ഫിനാൻസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ഇന്നലെ നിക്ഷേപകരെ പാടെ നിരാശപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനമായിരുന്നു നിഫ്റ്റി 50 കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു 23,600 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നിടത്തോളം കാലം നിഫ്റ്റി 50യെ സംബന്ധിച്ചിട്ട് ഒരു നിയർ ടേമിലേക്ക് പരിശോധിക്കുമ്പോൾ ഒരല്പം കീപ്പ് അല്ലെങ്കിൽ ഒരു മുന്നോട്ടുള്ള ഒരു ബുള്ളിഷ് മൊമെന്റം കീപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന്. ഇന്നലത്തെ ഒരു ഇൻട്രാഡേ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ശക്തമാണ്, മറ്റ് ട്രിഗറിംഗ് പോയിന്റ്സ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫിനായിരുന്നു വിപണി സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 300-ലധികം പോയിന്റ്സിന്റെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,616.05 എന്നൊരു നിലയിലാണ്. നിഫ്റ്റി 50യിലുള്ള മുന്നോട്ടേക്കുള്ള ഒരു ട്രെൻഡിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു വ്യൂ എങ്ങനെയാണ്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ, അതായത് ഒരു ബിയറിഷ് ടോണിലേക്ക് പോയിട്ടുണ്ടോ? ഇന്നലെ നമ്മൾ ഇതേ പോർട്ടൽ താങ്കൾ സൂചിപ്പിച്ചിരുന്നു സൈഡ് വേസിലാണ് മൂവ് ചെയ്യുന്നത് എന്നാണ്. ആ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ താങ്കൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? അല്ല, അറ്റ് ദിസ് മൊമെന്റ് നമ്മൾ നോക്കുമ്പോഴേക്കും ഇന്നലത്തെ ശക്തമായിട്ടുള്ള ഒരു സെൽ ഓഫിനെ തുടർന്ന് അണ്ടർടോണിൽ അല്പം ബെയറിഷ്നെസ് കാണാൻ സാധിക്കുന്നത്. വരും സെഷൻസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 23,400, 23,600 ഈ ഒരു റേഞ്ച് ആയിരിക്കണം. ഈ ആഴ്ചത്തെ ട്രേഡിൽ ആ ഒരു സപ്പോർട്ട് ലെവൽ നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് നിഫ്റ്റി 50യിൽ ഒരു റിക്കവറി എക്സ്പെക്ട് ചെയ്യാം. ബട്ട് ഈ ഒരു സപ്പോർട്ട് റേഞ്ച് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് നമുക്ക് ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്ക് തിരിച്ച് നിഫ്റ്റി 50യിൽ ഒരു ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കണമെങ്കിൽ 24,400 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സെക്ടർ വൈസ് നോക്കുമ്പോഴേക്കും 3 സെക്ടേഴ്സിലെ എനിക്ക് അറ്റ് ദ മൊമെന്റ് ഹോപ്പ് കാണാൻ സാധിക്കുന്നുള്ളൂ. ഓട്ടോമൊബൈൽ സെക്ടർ, ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ ആൻഡ് അതുപോലെ തന്നെ 2 സെക്ടേഴ്സിൽ നമുക്കൊരു ബുള്ളിഷ് അണ്ടർടോൺ കാണാൻ സാധിക്കുന്നുള്ളൂ. ദാറ്റ് ഈസ് ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ ആൻഡ് ഓട്ടോ സെക്ടർ. അതിനോടൊപ്പം നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി കിടക്കുകയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഒരുപക്ഷെ ഇന്നലത്തെ ആ ഒരു ഇടിവിന്റെ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ബാങ്കിങ് ഒപ്പം തന്നെ ഫൈനാൻഷ്യൽ സർവീസ് മേഖലയിലെ സൂചികകളായിരുന്നു. പ്രധാനമായിട്ട് നിഫ്റ്റി ബാങ്കിലേക്ക് എത്തുമ്പോൾ 50,000 എന്നൊരു സൈക്കോളജിക്കൽ ലെവലും കൈവിട്ടുകൊണ്ടാണ് ഇന്നലെ നിഫ്റ്റി ബാങ്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 49,922 എന്ന നിലയിൽ 1,066 പോയിന്റ്സിന്റെ ഇടിവിലാണ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. സൂചികയിലെ 12 ഓഹരികളിൽ 11 ഇടിവിലാണ് അവസാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇടിവെന്ന് പറഞ്ഞതിനേക്കാൾ ഉപരി വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫിലാണ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലുള്ള മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഇനി മുന്നോട്ടേക്ക് താങ്കൾ ഫോക്കസിൽ വെക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിക്കഴിഞ്ഞു. നമ്മൾ ഇന്നലത്തെ ട്രേഡ് നോക്കുമ്പോഴേക്കും പബ്ലിക് സെക്ടർ ബാങ്ക്സിലും അതുപോലെ തന്നെ വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിലും ഒക്കെ നമുക്ക് വലിയ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചിരുന്നു. സോ അറ്റ് ദ മൊമെന്റ് നമുക്ക് ബാങ്കിങ് മേഖലയിൽ ഒരു ബൈയിങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 49,600 പോയിന്റ്. സോ ആ ഒരു സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് നമ്മൾ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡേഞ്ചറസ് ആയിരിക്കും. അതിനോടൊപ്പം തന്നെ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു താങ്കൾക്കൊരു പ്രതീക്ഷയുള്ള ഒരു അല്ലെങ്കിൽ 2 സെക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഓട്ടോ, അതിനോടൊപ്പം തന്നെ ഫാർമയുമാണ്. അതിൽ തന്നെ ഓട്ടോയിൽ നിന്നുള്ള TVS മോട്ടോഴ്സുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. TVS മോട്ടോഴ്സിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഏകദേശം 2.5% മുകളിൽ ഉള്ള ഒരു ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ തുടക്കത്തിൽ നമുക്കൊരു പോസിറ്റീവ് ടോൺ അല്ലെങ്കിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ട്രേഡിംഗിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഒരു 2 മണിക്ക് ശേഷവും ഒക്കെ നേരിയ തോതിലുള്ള ഒരു ബൈയിങ് കാണാൻ സാധിച്ചിട്ടുണ്ട്. TVS മോട്ടോഴ്സുള്ള താങ്കളുടെ ഒരു ടേക്ക്? TVS മോട്ടോഴ്സിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് നമുക്ക് സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സോ TVS മോട്ടോഴ്സിന്റെ കേസിൽ 2,320 രൂപ വളരെ മേജർ ഒരു സപ്പോർട്ടായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സോ വരും സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഈ ഒരു സപ്പോർട്ട് ഏരിയ ആയിരിക്കണം. ഈ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബൈയിങ് അവസരം ലഭിക്കും. അറ്റ് ദ സെയിം ടൈം റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2,525 രൂപ. അപ്പം തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടിവിൽ പോലും ഒരു ഡിഫൻസീവ് സെക്ടറായിട്ട് നിലനിന്നത് ഫാർമ തന്നെയായിരുന്നു. താങ്കളും ഫാർമസ്യൂട്ടിക്കൽ ഒരല്പം പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അലംബിക് ഫാർമയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിക്കുന്നത്. കാരണം ഇന്നലെ അത്ര ശക്തമായിട്ടുള്ള ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ പോലും 1% മുകളിൽ ഉള്ള ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് അലംബിക് ഫാർമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ആ ഒരു ട്രേഡിംഗ് ആരംഭിച്ച് ഏകദേശം ഒരു ഫസ്റ്റ് ഹാഫ് പിന്നീട് അല്ലെങ്കിൽ 12 മണി വരെ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ആണ് കാണാൻ
കാണാൻ സാധിച്ചിട്ടിരുന്നത്. പിന്നീട് അവിടെ നിന്നൊരു സെൽ ഓഫ് നേരിട്ടിരുന്നു എങ്കിൽ പോലും പിന്നീട് വളരെ അല്ലെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് ആ ഒരു നേട്ടമെല്ലാം കൈവിടുന്ന സ്ഥിതിയൊന്നുമല്ല കാണാൻ സാധിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അലംബിക് ഫാർമയിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? അലംബിക് ഫാർമയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. ഇന്നലെ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി അലംബിക്കിൽ കാണാൻ സാധിച്ചിരുന്നു. അലംബിക്കിന്റെ കേസിൽ 1130 രൂപ വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 1020 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് ഫാർമ സ്റ്റോക്സിനെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് ഇന്നലത്തെ ട്രേഡിൽ എന്റെ ശ്രദ്ധ ആക്ച്വലി വന്നിരിക്കുന്ന ലാൽപത്ത് ലബോറട്ടറിയുടെ കേസിലാണ്. ലാൽപത്ത് ലാബിന്റെ കേസിൽ നമുക്ക് സെപ്റ്റംബർ മാസത്തിന് ശേഷം ഒത്തിരി സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചിട്ടുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിന് 2800 രൂപയിൽ വളരെ മേജർ ഒരു സപ്പോർട്ട് ഏരിയ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയ 3090 രൂപ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 3220 രൂപയിലായിരിക്കും. 3220 റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ITCയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണ വർമ്മ എന്നൊരു പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ITCയെ സംബന്ധിച്ചിട്ട് ഇന്നലെ വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആയിരുന്നു നേരിട്ടുള്ള ഒരു പ്രത്യേക സ്പെഷ്യൽ ട്രേഡിംഗ് സെഷൻസ് അടക്കം ഉണ്ടായിരുന്ന ഒരു ഓഹരി കൂടിയാണ് ITC എന്ന് പറയുന്നത്. ITCയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ITCയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 440 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. നമുക്ക് ഈ ഒരു ബെയറിഷ്നെസ്സിൽ നിന്നും ഒരു റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 470 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഒരു പ്രേക്ഷകൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 3.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരുന്നത്. എന്നിരുന്നാൽ പോലും ട്രേഡിങ്ങിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോഴേക്കും ലാസ്റ്റ് ഒരു 15 മിനിറ്റ്സിൽ ഒരു സ്ട്രോങ് ബൈ കടന്നു വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. IOCയിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? IOCയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ഒരു ഷോർട്ട് ടേമിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 142 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 128 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ ദേവയാനി ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ദേവയാനി ഇന്റർനാഷണലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ദേവയാനി ഇന്റർനാഷണൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയി തന്നെ തുടരുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഒത്തിരി നേട്ടം നൽകിയ ഒരു സ്റ്റോക്കാണ് ദേവയാനി. ദേവയാനിയിലെ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 220 രൂപ. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. മറ്റൊരു പ്രേക്ഷകൻ ജിയോഫിനുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 3.5% ഇടിവിലായിരുന്നു ജിയോഫിൻ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ജിയോഫിനുള്ള താങ്കളുടെ ഒരു ടേക്ക്? അൺഫോർച്ചുനേറ്റ്ലി ജിയോഫിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഏരിയ 290-300 രൂപയ്ക്ക് അടുത്തായിരുന്നു. ബട്ട് ആ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 290 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 325 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. അതിനോടൊപ്പം തന്നെ യൂണിയൻ ബാങ്കുമായി ബന്ധപ്പെട്ടൊരു വ്യൂ വർഗീസ് എന്നൊരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. യൂണിയൻ ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ വളരെ ശക്തമായിട്ടൊരു പക്ഷേ ഈ ഒരു PSU ബാങ്ക് സെക്ടറിൽ ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തിയ ഒരു ഓഹരിയായിരുന്നു യൂണിയൻ ബാങ്ക് എന്ന് പറയുന്നത്. 8% ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂണിയൻ ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? യൂണിയൻ ബാങ്കിന്റെ കേസിൽ ഓൾറെഡി ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആയിരുന്നു. ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഒരു അല്പം ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. ബട്ട് ഇന്നലത്തെ ആ മേജർ സെൽ ഓഫിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബെയറിഷായി മാറുന്ന ഒരു സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 113 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് ഈ ഷോർട്ട് ടേമിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 127 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ IOBയുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. 4% മുകളിൽ ഇടിവിലാണ് IOB ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? IOBയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വൈസും ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ നമ്മൾ 4 സ്റ്റോക്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. IOB, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ആൻഡ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. 4 സ്റ്റോക്സിലും സിമിലർ പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ്.
സോ കൈവശം IOBയിലെ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 49 രൂപ 50 പൈസയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറണമെങ്കിൽ 55 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 55ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 59 രൂപയിലായിരിക്കും. മറ്റൊരു പ്രേക്ഷകൻ കോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കോൾ ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി കോൾ ഇന്ത്യയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 373 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. നിതിൻ എന്നൊരു പ്രേക്ഷകൻ സാരിഗാമയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ആ ഒരു ഇടിവിൽ പോലും 4% നേട്ടം നൽകിയ ഒരു ഓഹരിയാണ് സാരിഗാമ. സാരിഗാമയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സാരിഗാമ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് അധികം ലിക്വിഡിറ്റി ഇല്ലാത്ത ഒരു സ്റ്റോക്ക് സാരിഗാമ. എങ്കിൽ പോലും കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത 3 റെസിസ്റ്റൻസ് ആദ്യത്തെ 610, 625, 680. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. അതിനോടൊപ്പം തന്നെ IDFC ഫസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ജെയ്സൺ എന്നൊരു പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 3.8% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. IDFC ഫസ്റ്റ് ബാങ്കിൽ ഇനി മുന്നോട്ടേക്കൊരു നിക്ഷേപകൻ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെ? IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 67 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആൻഡ് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 61 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു പ്രേക്ഷകൻ L&Tയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 1.5% ഒരു ഇടിവിലായിരുന്നു L&Tയുടെ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. L&Tയിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡിലുള്ള വ്യൂ എന്താണ്? L&Tയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3530 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് ഈ സ്റ്റോക്കിൽ കാണണമെങ്കിൽ 3730 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ഹാവൽസുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 3% ഇടിവിലായിരുന്നു ഹാവൽസിന്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഹാവൽസിലുള്ള താങ്കളുടെ ഒരു ടേക്ക്? ഹാവൽസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1620 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 1730ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടണം. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 1780 രൂപയിലായിരിക്കും. ഒരു പ്രേക്ഷകൻ JWL ആയിട്ട് അഥവാ ജുപിറ്റർ വാഗൺസുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 6% മുകളിൽ ഒരു ഇടിവിലായിരുന്നു ജുപിറ്റർ വാഗൺസിന്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ജുപിറ്റർ വാഗൺസിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ജുപിറ്റർ വാഗൺസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ 460 രൂപയെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ആ ഒരു ലെവലിൽ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 520 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 545ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഒപ്പം റിലയൻസുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഇന്നലെ 2.5% മുകളിൽ ഇടിവിലായിരുന്നു റിലയൻസിന്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റിലയൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? റിലയൻസ് ഇൻഡസ്ട്രി അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1195 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 1270, അതിനുശേഷം 1320. 1320ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 1400 രൂപയിൽ കാണാൻ സാധിക്കുന്നത്. സാജിലിറ്റി ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. സാജിലിറ്റി ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഇന്നലെ 2.5% മുകളിലുള്ള ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. സാജിലിറ്റി ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സജിലിറ്റി ലിസ്റ്റ് ചെയ്തിട്ട് ഒത്തിരി നാളുകളായിട്ടില്ല. ലിസ്റ്റിംഗ് ഒക്ടോബർ അവസാനത്തോടു കൂടിയായിരുന്നു. അതിനുശേഷം ഒത്തിരി നേട്ടം നൽകിയൊരു സ്റ്റോക്ക് സജിലിറ്റി. ആൻഡ് ഇറ്റ് ഈസ് ട്രേഡിംഗ് നിയർ ദ ഓൾ ടൈം ഹൈ. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 50 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിന്റെ ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കുന്ന 56 രൂപ 40 പൈസ. അത് തന്നെയായിരിക്കും ഈ സ്റ്റോക്കിന്റെ ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല.
വിനായക് എന്ന പ്രേക്ഷകൻ സുസ്ലോണുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സുസ്ലോണെ സംബന്ധിച്ചിട്ട് ഇന്നലെ 5% ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സുസ്ലോണിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ഇടിവിനെ തുടർന്ന് സുസ്ലോണിന്റെ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 58 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 66 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരു പ്രേക്ഷകൻ ബജാജ് ഹൗസിംഗ് ഫിനാൻസുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ബജാജ് ഹൗസിംഗ് ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ഇന്നലെ ഒരു 2.5% ഇടിവായിരുന്നു ഈ ഒരു ഓഹരി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇന്നലത്തെ ആ ഒരു ഇടിവിനെ തുടർന്ന് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് പുതിയൊരു ഓൾ ടൈം ലോ ലെവലിലായിരുന്നു ക്ലോസ് ചെയ്തത്. ആൻഡ് ലിസ്റ്റിംഗിന് ശേഷം ഒത്തിരി നിരാശപ്പെടുത്തിയ ഒരു സ്റ്റോക്കാണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻസ് ഒക്കെ വൈൻഡ് അപ്പ് ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 135 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസ് ഇന്നലെ വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആയിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 4% മുകളിലുള്ള ഇടിവിൽ ക്ലോസ് ചെയ്ത ഈ ഓഹരിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? എയറോഫ്ലെക്സിന്റെ കേസിൽ നിലവിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ബട്ട് ഇന്നലത്തെ ഓവറോൾ മാർക്കറ്റിന്റെ വീക്ക്നെസ്സിനെ തുടർന്ന് എയറോഫ്ലെക്സിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ വളരെ ഹൈ പോസിബിലിറ്റി കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 198 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. ജിബിൻ എന്ന പ്രേക്ഷകൻ അപാർ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപാർ ഇൻഡസ്ട്രീസ് ഇന്നലെ ആ ഒരു സെൽ ഓഫ് നേരിട്ടപ്പോൾ പോലും 1.86% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപാർ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അപാർ ഇൻഡസ്ട്രീസിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇൻഫാക്ട് ഇന്നലെ ഇത്രയും മാർക്കറ്റിൽ വീക്ക്നെസ് കണ്ടിട്ട് പോലും ഈ സ്റ്റോക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ ഇന്നലെ നമുക്ക് നൽകിയിരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ, ബട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 10,700 റുപ്പീസിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് IRB ഇൻഫ്രയിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ഷെയർ ചെയ്യാം. IRB ഇൻഫ്ര ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണെന്നുള്ള ഒരു കാര്യം നമ്മൾ മറക്കരുത്. നിലവിൽ ഈ ഒരു സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഇൻഫാക്ട് ഇന്നലത്തെ ആ ഒരു സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് വീണ്ടും ഈ സ്റ്റോക്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ വരാൻ നല്ല പോസിബിലിറ്റി ഉണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 56 രൂപയിൽ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ട്രെൻഡ് റിവേഴ്സൽ ഈ സ്റ്റോക്കിൽ നടക്കണമെങ്കിൽ 63 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഏതായാലും ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്.